മുട്ട ചേർക്കാതെ മയോണൈസ് ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഒരു കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുറുകി വരട്ടെ, അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ആവേണ്ടത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായി വെച്ചിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് വിനാഗിരി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർക്കുക. ഒരു കപ്പ് ഓയിലും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മയോണൈസ് റെഡിയായി. ഇതാണ് ഇതിൻ്റെ പരുവം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.